നമസ്കാരമുണ്ട് പ്രിയരെ. ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഥ ആരംഭിക്കാം. ഞാൻ സുനീറ. എനിക്ക് 26 വയസ്സുണ്ട്. കെട്ടിയോൻ ദുബായിലാണ്. ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ അംഗങ്ങൾ കൂടിയപ്പോൾ എല്ലാവർക്കും കൂടി താമസിക്കാനുള്ള സൗകര്യം ഇല്ലാതായി. അങ്ങനെ ഞങ്ങൾ ഇക്കാട് ഓഹരിയിൽ ഒരു പുതിയ വീട് വെച്ച് അങ്ങോട്ടേക്ക് താമസം മാറി. കുടുംബ വീടിന് 3-4 വീടിനപ്പുറമായിരുന്നു പുതിയ വീട് വെച്ചത്. ഇപ്പോൾ അങ്ങോട്ട് താമസം മാറിയിട്ട് 4-5 മാസമായി. എല്ലാം കഴിഞ്ഞ് കെട്ടിയോൻ തിരിച്ച് ദുബൈയിലേക്ക് പോയപ്പോൾ വീട്ടിൽ ഞാനും കൊച്ചു കുട്ടികളും മാത്രമായി. മൂത്തവൻ 6 വയസ്സും ഇളയവന് 4 വയസ്സും പ്രായമുണ്ട്. അതുകൊണ്ട് രാത്രിയിൽ കൂട്ടുകിടക്കാൻ കെട്ടിയോന്റെ ബാപ്പ വരുമായിരുന്നു. ദിവസവും സന്ധ്യ ആകാറാവുമ്പോഴേക്കും ബാപ്പ വരും. ബാപ്പ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലിയാണ്. കൂട്ടുകാരെ പോലെയാണ് എല്ലാവരോടും ബാപ്പ ഇടപഴകുന്നത്. കുടുംബ വീട്ടിൽ ഇക്കാട് അനിയനും അനിയത്തിയും പിള്ളാരുമുണ്ട്. ആർക്കു വേണമെങ്കിലും ബാപ്പായോട് എന്തും പറയാം. ഞാനും അനിയത്തിയുമെല്ലാം ഇപ്പോഴത്തെ മോഡൽ അനുസരിച്ചുള്ള ഓരോ ഡ്രസ്സൊക്കെ ഇടുമ്പോഴും ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ബാപ്പ ആയിരുന്നു. പെൺകുട്ടികളായാൽ പഴയ കാലമൊന്നുമല്ല, കാലത്തിനനുസരിച്ച് കോലം കെട്ടണം. ബാപ്പ ചിരിച്ചുകൊണ്ട് പറയും. ഇനി ഞാൻ എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു എന്റെ നിക്കാഹ്. കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ആൺപിള്ളേരൊക്കെ എന്റെ പുറകെ നടന്നതാ. പക്ഷേ ഞാൻ ഒന്നിനും പിടികൊടുത്തില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്റെ വിവാഹവും നടന്നു. പുള്ളിക്കാരൻ ഏതോ കല്യാണ വീട്ടിൽ വെച്ച് എന്നെ കണ്ടിഷ്ടപ്പെട്ട് നേരെ വീട്ടിൽ വന്ന് ആലോചിക്കുകയായിരുന്നു. എന്റെ പാപ്പായും കൊച്ചാപ്പാമാരും കൂടി പയ്യനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല കുടുംബം. ചെറുക്കൻ വർഷങ്ങളായി ഗൾഫിലാണ്. പിന്നെ നല്ല സാമ്പത്തിക ഭദ്രതയും. അവർ പിന്നെ ഒന്നും ആലോചിച്ചില്ല. അങ്ങനെയാണ് ഇടിപിടിയെന്ന് എന്റെ നിക്കാഹ് നടന്നത്. എന്നെ കണ്ടു കഴിഞ്ഞാൽ വലിയ വെളുപ്പൊന്നുമില്ല, ഇരുനിറമാണ്. നല്ല ഉരുണ്ട ശരീരപ്രകൃതമാണ്. ആവശ്യത്തിലും അധികം മുന്നഴകും പിന്നഴകും എല്ലാം ഉണ്ട്. ചുരിദാറുമൊക്കെ ഇട്ട് ടൗണിലേക്കൊക്കെ നടന്നു പോകുമ്പോൾ വഴിയരികിൽ നിൽക്കുന്ന ചെറുപ്പക്കാരെല്ലാം എന്റെ പിന്നഴകിലേക്ക് നോക്കി വെള്ളമിറക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഉള്ളിൽ ചിരി വരും. പിന്നെ ഇക്കായ്ക്കും അതൊക്കെ വലിയ ഇഷ്ടമാണ്. രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുൻപ് തല നനയ്ക്കാതെ മേല് കഴുകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. രാത്രി അത്താഴമെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കളയിലെ എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷമാകും കുളിക്കാൻ പോവുക. രാത്രി ആയതുകൊണ്ട് കുളിച്ചേച്ച് ഞാൻ അകത്തൊന്നും ഇടാറില്ലായിരുന്നു. കല്യാണത്തിനൊക്കെ മുമ്പേ ഉള്ള ഒരു ശീലമായിരുന്നു എനിക്കത്. കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഇക്കാ പറയും, ഓ എന്തിനാ രാത്രിയിൽ ഇതൊക്കെ വലിച്ചു കയറ്റിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അവർക്കും ശകലം ഫ്രീഡമൊക്കെ വേണ്ടേ? രാത്രിയിൽ അവരൊക്കെ സ്വസ്ഥമായി കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയും. നമ്മൾ കെട്ടിയിടുമ്പോഴാണ് അവരൊക്കെ അക്രമാസക്തരാകുന്നത്. ഇതും പറഞ്ഞ് ഇക്കായും എല്ലാം ഫ്രീ ആയി എന്നെയും കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കും. ലീവിനിക്ക നാട്ടിൽ വരുന്ന ദിവസങ്ങളിൽ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഉത്സവം തന്നെയാണ്. ഉറക്കം ഉണ്ടാകുകയില്ല. 2-3 ഷോട്ടൊക്കെ ആയിരിക്കും. പുള്ളിക്കാരന് നല്ല സ്റ്റാമിനയാണ്. പിന്നെ ലീവ് കഴിഞ്ഞു പോയാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇതൊക്കെയാണ് മിസ് ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമിലെ ടാപ്പ് കംപ്ലൈന്റ് ആയി. അതിൽ നിന്ന് വെള്ളം ലീക്കായി പോകുന്നു. അത് ലോക്കാക്കി വെച്ചതിന് ശേഷം രാവിലത്തെ സാധാരണയുള്ള കുളി പുറത്തുള്ള ഓപ്പൺ ബാത്റൂമിൽ പോയി കുളിച്ചു വന്ന് ശരീരത്തിൽ മൊത്തം ക്രീം പുരട്ടും. മുടിയും നല്ല രീതിയിൽ ചീകി കെട്ടിവെക്കും. അങ്ങനെ എപ്പോഴും ഒരുങ്ങിയാണ് ഞാൻ നടക്കുന്നത്. പുറത്തെ ബാത്റൂമിൽ കുളി കഴിഞ്ഞ് വസ്ത്രങ്ങളെല്ലാം അവിടെയുള്ള അശയിലായിരിക്കും ഇടുക. അന്ന് രാത്രി കുളിയൊക്കെ കഴിഞ്ഞ് ഒരു നൈറ്റിയൊക്കെ ധരിച്ച് മുറിയിലേക്ക് വന്നു. ആ സമയം ബാപ്പ ഹാളിൽ ഇരുന്ന് TV കാണുകയായിരുന്നു. ഞാൻ നേരെ മുറിയിൽ ചെന്ന് മുഖത്തൊക്കെ ക്രീമെല്ലാം തേച്ച് പിടിപ്പിച്ച് അങ്ങനെ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുടിക്കാനായിട്ട് വെള്ളമെടുക്കാൻ വേണ്ടി എഴുന്നേറ്റു. മുറിയിലെ ലൈറ്റ് ഇട്ട് പിള്ളാരെ ഉണർത്തണ്ടെന്ന് വിചാരിച്ച് മൊബൈലിന്റെ ടോർച്ച് വെട്ടത്തിൽ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ പുറത്തെ ബാത്റൂമിന്റെ കഥ കടയ്ക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. ബാപ്പാടെ റൂമിൽ ലൈറ്റും കിടപ്പുണ്ട്. വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. ബാപ്പ കിടക്കുന്ന മുറിയിൽ ബാത്റൂം ഉണ്ടായിട്ടും എന്തിനായിരിക്കും ബാപ്പ പുറത്തെ ബാത്റൂമിൽ പോയത്? എനിക്ക് ആകെ കൺഫ്യൂഷനായി. അപ്പോൾ നോക്കിയപ്പോൾ ബാപ്പ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ അവിടെ നിൽക്കുന്നുണ്ടെന്ന് ബാപ്പ ശ്രദ്ധിച്ചില്ല. ബാപ്പാടെ കയ്യിൽ എന്തോ ഇരിക്കുന്നു. എന്തായിരിക്കും? ഞാൻ ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുത്ത് കുടിച്ച ശേഷം ഞാൻ പോയി പുറത്തെ ബാത്റൂം ഒന്ന് വെറുതെ തുറന്നു നോക്കി. അവിടെ ഞാൻ മേല് കഴിയപ്പോൾ അഴിച്ചിട്ട തുണികളുടെ കൂട്ടത്തിൽ അകത്തിടുന്ന വസ്ത്രങ്ങൾ കാണാനില്ല. പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ
ബാപ്പ അതെടുത്തത് എന്തിനായിരിക്കും? പോയി നോക്കിയാലോ? തിരിച്ചു നടക്കുമ്പോൾ മൊത്തത്തിൽ ഒരു സംശയം. ബാപ്പായുടെ മുറി ചാരി കിടക്കുന്നു. ഞാൻ മെല്ലെ ചെന്ന് ശബ്ദമുണ്ടാക്കാതെ ഒന്ന് എത്തി നോക്കി. അപ്പോൾ ബാപ്പ കട്ടിലിരുന്ന് മൊബൈലിൽ എന്തോ കാണുന്നു. ബാപ്പയുടെ കയ്യിൽ ബാത്റൂമിൽ നിന്ന് കാണാതായ തന്റെ വസ്ത്രങ്ങളും. ആകെ ഒരു ഞെട്ടൽ എനിക്ക് അനുഭവപ്പെട്ടു. ബാപ്പ എന്താണ് ബാപ്പ ഈ ചെയ്യുന്നത്? എന്തിനാണ് ഇതൊക്കെ എടുത്തത്? പെട്ടെന്ന് ബാപ്പ ഞെട്ടിത്തെറിച്ച് എന്നെ നോക്കി. ആ, മോളോ? നേരത്തെ ഞാൻ മുറിയിലേക്ക് വന്നപ്പോൾ മോള് നിന്ന് മുഖത്തും മുടിയിലും ഒക്കെ ക്രീം പുരട്ടുന്നത് ബാപ്പ കണ്ടു. പിന്നെ ബാപ്പ വന്ന് കിടന്നിട്ട് ബാപ്പായ്ക്ക് ഉറക്കം വരുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല മോളെ. മോൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേ? ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ പോയതാ. ബാപ്പ അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, വെള്ളം കുടിക്കാനോ അതോ പച്ചക്കറിക്കട്ടയിൽ വഴുതനങ്ങ എടുക്കാനോ? ബാപ്പായ്ക്ക് അതൊക്കെ എങ്ങനെ അറിയാം? ഞാൻ ചോദിച്ചു. ഞാൻ അതെല്ലാം അറിയുന്നും കാണുന്നുമുണ്ട് മോളെ. പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം തന്നെ വലിയ വഴുതനങ്ങ നോക്കി മേടിക്കുന്നത്. നീ രാത്രിയിൽ അതെടുത്തുകൊണ്ട് മുറിയിലേക്ക് പോകുന്നത് ഞാൻ കാണാറുണ്ട്. ഞാൻ രഹസ്യമാക്കി വെച്ചിരുന്ന കാര്യം ബാപ്പ പിടിക്കപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഇനി ബാപ്പായോട് ഒളിച്ചിട്ടോ തർക്കിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. മോള് പരിഭ്രമിക്കുകയൊന്നും വേണ്ട. ഇതൊക്കെ സർവ്വസാധാരണമായി നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ശാരീരിക ആവശ്യങ്ങളല്ലേ മോളെ അതെല്ലാം. ബാപ്പ എപ്പോഴും പറയും ഇക്കാര്യത്തിൽ ബാപ്പ ഒരു 25 വയസ്സുള്ള ചെറുപ്പക്കാരനാണെന്ന്. മോള് വിഷമിക്കുകയൊന്നും വേണ്ടെന്നേ. ഇതൊന്നും തെറ്റല്ല. മോൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ബാപ്പായുടെ അടുത്തേക്ക് പോരെ. ഇനി അവൻ വരുന്നത് വരെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഇവിടെയുള്ളൂ. ഒരു ഈച്ച പോലും അറിയത്തുമില്ല. മോൾക്കൊരു ഉപകാരവും ബാപ്പായ്ക്കൊരു പലഹാരവും. ഇത് പറഞ്ഞുകൊണ്ട് ബാപ്പ ഊറി ഊറി ചിരിച്ചു. അങ്ങനെയുണ്ടെങ്കിൽ നാളെ മുതൽ പച്ചക്കറി വാങ്ങുമ്പോൾ ഇനി വഴുതനങ്ങ വാങ്ങണ്ടല്ലോ? ബാപ്പ ഒരു ചെറു ചിരിയോടെ ചോദിച്ചു. ഞാൻ ആകെ ചമ്മി നിൽക്കുകയാണ്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ബാപ്പ എല്ലാം മനസ്സിലാക്കി. അല്ല, അങ്ങേരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യവുമില്ല. അങ്ങേരൊക്കെ ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. ഞാൻ മറുപടി ഒന്നും പറയാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. മോളെ, ബാപ്പായുടെ വിളി. ബാപ്പ കഥ കടക്കുന്നില്ല കേട്ടോ. മോൾ ആലോചിച്ചൊരു തീരുമാനമെടുക്ക്. ഞാൻ മുറിയിലെത്തി. ആകെപ്പാടെ ഒരു വിറയൽ. ബാപ്പായെ താൻ ഇതുവരെ ഈ രീതിയിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ബാപ്പ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ആ മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ബാപ്പ ഇതൊക്കെ പറയുമ്പോഴും ബാപ്പായുടെ എന്തിനോ വേണ്ടി ദാഹിക്കുന്ന ആ മുഖം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നതേ ഇല്ലായിരുന്നു. അവസാനം ഞാൻ അവിടെ ഇരുന്ന് കുറെ ആലോചിച്ചു. ബാപ്പ പറഞ്ഞത് ശരിയാണ്. മനുഷ്യനായാലും മൃഗങ്ങളായാലും സസ്യങ്ങളായാലും ഇതൊക്കെ പ്രകൃതി നിയമമാണ്. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, എക്സിനും വൈക്കും പൂർണ്ണ മനസ്സുണ്ടായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല. മാത്രമല്ല, ഇവിടെ താൻ ആരെ ഭയപ്പെടണം? ഇത് മറ്റാരുമല്ലല്ലോ, ഇത് ഭർത്താവിന്റെ ബാപ്പായല്ലേ, അതായത് എന്റെ അമ്മായിയപ്പൻ. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് ഞാൻ സ്വയം സമാധാനിച്ചു. അതിനുശേഷം ഞാൻ ബാപ്പായുടെ മുറിയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ എന്റെ മുറിയുടെ കതക് ചാരി ഞാൻ നേരെ ബാപ്പായുടെ മുറി ലക്ഷ്യമാക്കി നടന്നു.